സോ പ്രിൻസിപ്പൾ ഓഫ് വെർച്വൽ വർക്കാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങളുടെ മോഡ്യൂൾ 3 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ പ്രിൻസിപ്പൾ ഓഫ് വെർച്വൽ വർക്ക്. ആദ്യം ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. സോ ഫോർ എ ബോഡി ഇൻ ഇക്വിലിബ്രിയം, ഒരു ബോഡി ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ, ഒരു ബോഡി ഇക്വിലിബ്രിയത്തിലാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം അത് ഡീഫോംഡ് ആവുന്നില്ല എന്നല്ല, അത് മൂവ് ചെയ്യുന്നില്ല എന്നർത്ഥം. ഇറ്റ് ഇസ് നോട്ട് ആക്സിലറേറ്റിംഗ് എന്നർത്ഥം. ഓക്കെ, സോ ഫോർ എ ബോഡി ഇൻ ഇക്വിലിബ്രിയം, the total virtual work done by internal stresses and external forces is zero for every admissible virtual displacement. അതായത് വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ ഒരു ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ വളരെ സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അത് ഒരുപാട് നേരം ഉണ്ടാവുന്നില്ല, വളരെ പെട്ടെന്ന് ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് ആവാം, ആ ഡിസ്പ്ലേസ്മെന്റ് ഇല്ലാതാവുകയും ചെയ്യാം. അതാണ് വെർച്വൽ എന്ന് പറയാൻ കാരണം. ഒരു അപ്പാരന്റ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ്, ഒരു ചെറിയ വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അപ്പൊ ആ വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവാൻ കാരണം എന്താണ്? ഒന്നില്ലെങ്കിൽ ഒരു ബോഡിയുടെ എക്സ്റ്റേണൽ ആയിട്ട് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നു. ആ ഫോഴ്സസ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാവാം. ഒന്ന് സർഫസ് ഫോഴ്സ് ആവാം, അല്ലെങ്കിൽ ബോഡി ഫോഴ്സ് ആവാം. ഓക്കെ, നിങ്ങൾ ഇവിടെ നോക്കി, എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് ടേം ആണ് എക്സ്റ്റേണൽ ഫോഴ്സ്. അതായത് പുറമേ നിന്ന് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്നാണ് അതിനർത്ഥം. അപ്പൊ ഈ പുറമേ നിന്ന് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കത് രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്നില്ലെങ്കിൽ വെയിറ്റ്, ഓക്കെ, അതായത് ഗ്രാവിറ്റി കൊണ്ട് ഉണ്ടാവുന്ന ഫോഴ്സ്, അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഇതൊക്കെയാണ് ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്, വിച്ച് കംപ്ലീറ്റ്ലി ഡിപെൻഡ്സ് ഓൺ ദ മാസ്. ആ ബോഡിയുടെ മാസിനെ ബേസ് ചെയ്തുകൊണ്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. പിന്നെ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സർഫസ് ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ സർഫസ് ട്രാക്ഷൻസ് ആണ്. അതെന്ന് പറഞ്ഞ എക്സാമ്പിൾ പറയാവുന്ന ഏറ്റവും നല്ല എക്സാമ്പിൾ പ്രഷർ ആണ്. അല്ലെ, ഒരു ബോഡിയിൽ പ്രഷർ ആക്ട് ചെയ്യുന്നത് കൊണ്ടും നമുക്ക് ആ ബോഡിയിൽ ഡിഫോർമേഷൻസ് ഉണ്ടാവാം. അല്ലെ, ബോഡിയിൽ ഫോഴ്സസ് കൊണ്ടും ഡിഫോർമേഷൻസ് ഉണ്ടാവാം, സർഫസ് ട്രാക്ഷൻസ് കൊണ്ടും ഡിഫോർമേഷൻസ് ഉണ്ടാവാം. ആൻഡ് ഇതെല്ലാം പുറമേ നിന്ന് ആക്ട് ചെയ്യുന്നതാണ്. സോ അതിനെ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സസ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യും. ഇന്റേണൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട് എന്തെങ്കിലും ഡിഫോർമേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഡിഫോർമേഷൻ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഇന്റേണൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും ആ ബോഡിയിൽ. നിങ്ങൾ ഒരു ചെറിയ ബോഡി കൺസിഡർ ചെയ്യുക, ആ ബോഡിയിൽ ഫോഴ്സ് വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ടാവും. ആ ബോഡിയിൽ നിങ്ങളുടെ പ്രഷർ, അറ്റ്മോസ്ഫറിക് പ്രഷർ കൊണ്ടും ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ടാവും. ഇല്ലേ, ഇത് രണ്ടും കൊണ്ട് ആ ബോഡിയിൽ ഡിഫോർമേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വളരെ ചെറിയൊരു ഡിഫോർമേഷൻ ഉണ്ടായി എന്ന് വിചാരിക്കുക. ആ ഡിഫോർമേഷൻ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ആ ബോഡിയിൽ ഒരു ഇന്റേണൽ സ്ട്രെസ് ഉണ്ടായിരിക്കും, ആണല്ലോ. സോ പ്രിൻസിപ്പൾ ഓഫ് വെർച്വൽ വർക്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഡൺ ബൈ ഇന്റേണൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ഇന്റേണൽ ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ. അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള രണ്ട് ഫോഴ്സസ്, അത് ബോഡി ഫോഴ്സും സർഫസ് ട്രാക്ഷനും കൊണ്ടുണ്ടാവുന്ന വർക്ക്, അത് ഈക്വൽ ആയിരിക്കും ഇന്റേണലി ആ ബോഡി അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ചെയ്യുന്ന വർക്ക്. അതായത് വർക്ക് ഡൺ ബൈ ഇന്റേണൽ സ്ട്രെസ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു ദാറ്റ് ഓഫ് വർക്ക് ഡൺ ബൈ ദ എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഡെൽറ്റ ഡബ്ല്യു ഇന്റേണൽ, ഓക്കെ, ദ സ്മോൾ വർക്ക് ഡൺ ബൈ ഇന്റേണൽ ഇസ് ഈക്വൽ ടു ദ സ്മോൾ വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ്. ഇനി നിങ്ങൾ നോക്കി, ഇവിടെ ആ സ്മോൾ വർക്ക് ഡൺ ബൈ ഇന്റേണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഇന്റേണൽ സ്ട്രെസ്സിനെ എങ്ങനെയാണ് അവർ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്? ദ സ്മോൾ സ്ട്രെയിൻ ദാറ്റ് ഇസ് ഡെവലപ്ഡ്, ദാറ്റ് ട്രാൻസ്പോസ്, ആ സ്ട്രെയിനെ ട്രാൻസ്പോസ് ചെയ്തിട്ട് അതിനെ സ്ട്രെസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇന്റഗ്രേറ്റിംഗ് ഇറ്റ് ഓവർ ഡി വി. ഈ മൂന്ന് ഇന്റഗ്രൽ ഇടാൻ കാരണം ഡി വി ആയതുകൊണ്ട്. ഓക്കെ, അതായത് ആദ്യം നമ്മൾ ഡി എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യണം, പിന്നെ ഡി വൈ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യണം, പിന്നെ ഡി സെഡ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യണം. അതാണ് ട്രിപ്പിൾ ഇന്റഗ്രൽ വരാൻ കാരണം ഡി വി എന്ന് പറഞ്ഞാൽ എന്താ? വോളിയമാണ്. വോളിയം എന്ന് പറഞ്ഞാൽ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. അപ്പൊ ഇത് മൂന്ന് കോർഡിനേറ്റ്സിലാണ്, എക്സ് വൈ സെഡ്. അപ്പൊ നമ്മൾ ഇതിനെ ആദ്യം ഡി എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം, പിന്നെ ഡി വൈ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം, പിന്നെ ഡി സെഡ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. അതാണ് ട്രിപ്പിൾ ഇന്റഗ്രൽ വരാനുള്ള കാരണം. ഓക്കെ, സോ ഇത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ സ്ട്രെയിൻ ഇൻടു സ്ട്രെസ്, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക ഓവർ ദ വോളിയം. അപ്പൊ നമുക്ക് ഇന്റേണൽ വർക്ക് ഡൺ കിട്ടും. ഇനി എക്സ്റ്റേണൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് അതൊരു സം ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, സ്മോൾ എഫ് ഇൻടു ഡെൽറ്റ യു ട്രാൻസ്പോസ്. എന്താ ഡെൽറ്റ യു ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡെൽറ്റ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ആ വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻടു ഫോഴ്സ് ഓവർ ദ എൻറ്റയർ വോളിയം, അതിനെ ട്രിപ്പിൾ ഇന്റഗ്രേറ്റ് ചെയ്യുക, പ്ലസ് സ്മോൾ ഡിസ്പ്ലേസ്മെന്റ്, അതായത് വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻടു ട്രാക്ഷൻ, സർഫസ് ഫോഴ്സ് ആണ്. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എൻറ്റയർ വോളത്തിലല്ല, സർഫസിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡബിൾ ഇന്റഗ്രേറ്റ്, ഡി എക്സ് ഡി വൈ, ആ രണ്ട് ആക്സസിൽ മാത്രമേ ഇന്റഗ്രേറ്റ് ചെയ്യുള്ളൂ. ഫൈൻ. സോ ഇതാണ് പ്രിൻസിപ്പൾ ഓഫ് വെർച്വൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് ഓരോ ടേംസ് ഇതിനകത്ത് കാണാം. ഈ ഡെൽറ്റ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർച്വൽ സ്ട്രെയിൻ വെക്ടർ ആണ്. ഇവിടെ ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ്. സ്മോൾ എഫ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ബോഡി ഫോഴ്സ് വെക്ടർ, ആൻഡ് സ്മോൾ ടി എന്ന് പറയുന്നത് സർഫസ് ട്രാക്ഷൻ വെക്ടർ ആണ്. ഓക്കെ, സോ ഇതാണ് വെർച്വൽ വർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമുലേഷൻ ഓഫ് പ്രിൻസിപ്പൾ ഓഫ് വെർച്വൽ വർക്ക് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിനെ ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നേ ഉള്ളൂ. മാത്തമാറ്റിക്കലി എങ്ങനെയാണ് ഫോർ 3 ഡയമെൻഷണൽ ഇലാസ്റ്റിക് കണ്ടിന്യൂം പ്രിൻസിപ്പൾ ഓഫ് വെർച്വൽ വർക്ക് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡെറിവേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് എന്തായിരുന്നു പ്രിൻസിപ്പൾ ഓഫ് വെർച്വൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഇസ് വർക്ക് ഡൺ ബൈ ഇന്റേണൽ ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ. ഈ വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ബോഡി ഫോഴ്സ് ആൻഡ് സർഫസ് ഫോഴ്സ്. ഇനി വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെപ്പോഴും ഓപ്പോസിറ്റ് ടു ഡയറക്ഷൻ ഓഫ് ഇന്റേണൽ ആയിരിക്കും. സോ ഇത് മൈനസ് ഓഫ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ എക്സ്റ്റേണലിന് എടുത്ത് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എൽ എച്ച് എസിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഐ കൻ റൈറ്റ് ലൈക്ക് ദിസ്. അതായത് ഇന്റേണൽ വർക്ക് ഡൺ മൈനസ് external work done is equal to, അല്ലെങ്കിൽ സോറി, ഇന്റേണൽ വർക്ക് ഡൺ പ്ലസ് എക്സ്റ്റേണൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 0. കാരണം ഇത് നെഗറ്റീവ് ഡയറക്ഷൻ ആണ് ഓൾറെഡി. അപ്പൊ ഞാൻ ഇതിനെ എടുത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുമ്പോൾ ആ നെഗറ്റീവ് പോസിറ്റീവ്. അതിനർത്ഥം ഡെൽറ്റ ഡബ്ല്യൂ ഇന്റേണൽ പ്ലസ് ഡെൽറ്റ ഡബ്ല്യൂ എക്സ്റ്റേണൽ ഇസ് ഈക്വൽ ടു 0. ഇതാണ് എന്റെ പ്രിൻസിപ്പൾ ഓഫ് വെർച്വൽ വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ അതാണ് ഞാൻ ഇവിടെ നെക്സ്റ്റ് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്ത് എഴുതാൻ പോകുന്നത്. യു ക്യാൻ സീ ഹിയർ ദ ഇന്റേണൽ ആയിട്ടുള്ള സ്ട്രെസ്സുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വർക്കാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. സിഗ്മ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഡയറക്ഷനിലുള്ള സ്ട്രെസ്, ദാറ്റ് ഇൻറ്റു ഡെൽറ്റ സ്ട്രെയിൻ അലോങ് എക്സ് ഡയറക്ഷൻ, അതാണ് ഡെൽറ്റ എപ്സൈലൺ എക്സ്, പ്ലസ് സിഗ്മ വൈ ഇൻറ്റു ഡെൽറ്റ എപ്സൈലൺ വൈ, അതായത് വൈ ഡയറക്ഷനിലുള്ള സ്ട്രെസ് ഇൻറ്റു വൈ ഡയറക്ഷനിലുള്ള സ്ട്രെയിൻ. ദെൻ സിഗ്മ ഇസഡ് ഇൻറ്റു ഡെൽറ്റ എപ്സൈലൺ ഇസഡ്, പ്ലസ് 2xy ഇൻറ്റു ഡെൽറ്റ ഗാമ എക്സ് വൈ, പ്ലസ് 2yz ഇൻറ്റു ഡെൽറ്റ ഗാമ വൈ സെഡ്, പ്ലസ് 2xz ഇൻറ്റു ഡെൽറ്റ ഗാമ എക്സ് സെഡ് ഇൻറ്റു ഡി വി. ഓക്കെ, ഡി വി എന്ന് പറഞ്ഞാൽ എന്താ? ഓവർ ദ എൻറ്റയർ വോളിയം നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് എടുക്കാം. ഓക്കെ, ഇനി ദാറ്റ് മൈനസ് ഇന്റഗ്രൽ വി, അതായത് വോളിയത്തിൽ എൻറ്റയർ വോളിയത്തിൽ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇതെന്താണ് നോക്കുന്നത്? എക്സ് ബി ഇൻറ്റു ഡെൽറ്റ യു പ്ലസ് വൈ ബി ഇൻറ്റു ഡെൽറ്റ വി പ്ലസ് സെഡ് ബി ഇൻറ്റു ഡെൽറ്റ ഡബ്ല്യു ഓവർ ഡി വി.
ഇതിൽ എക്സ് ബി എന്ന് പറഞ്ഞാൽ ബോഡി ഫോഴ്സ് ആണ്, വൈ ബി എന്ന് പറഞ്ഞാൽ ബോഡി ഫോഴ്സ് ആണ്, സെഡ് ബി എന്ന് പറഞ്ഞാൽ ബോഡി ഫോഴ്സ് ആണ്. അലോങ് എക്സ് വൈ ആൻഡ് സെഡ് ഡയറക്ഷൻസ് ആണ് ഈ എക്സ് വൈ സെഡ് ബി എന്നൊക്കെ പറയുന്ന ബോഡി ഫോഴ്സ്. അത് ബോഡി ഫോഴ്സ് ആണ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബി എന്ന് നൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. എക്സ് അലോങ് എക്സ് ഡയറക്ഷനിലുള്ള ബോഡി ഫോഴ്സ്, വൈ ഡയറക്ഷനിലുള്ള ബോഡി ഫോഴ്സ്, സെഡ് ഡയറക്ഷനിലുള്ള ബോഡി ഫോഴ്സ്. ആ ബോഡി ഫോഴ്സ് ഇൻറ്റു എക്സ് ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ്, വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ്, അതായത് വെരി സ്മോൾ ഡിസ്പ്ലേസ്മെന്റ്. വൈ ഡയറക്ഷനിൽ ഉണ്ടാകുന്ന വെരി സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് സെഡ് ഡയറക്ഷനിൽ ഉണ്ടാകുന്ന വെരി സ്മോൾ ഡിസ്പ്ലേസ്മെന്റ്. കണ്ടോ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് വർക്ക് ഡൺ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് വർക്ക് ഡൺ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് വർക്ക് ഡൺ. എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും സെഡ് ഡയറക്ഷനിലും ഉണ്ടാകുന്ന ഫോഴ്സുകൾ, ബോഡി ഫോഴ്സുകൾ ഇൻറ്റു അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഡിസ്പ്ലേസ്മെന്റ് അല്ല എടുത്തിരിക്കുന്നത്, സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതാണ് ഇന്റേണൽ വർക്ക് എന്ന് പറയുന്നത്, ഇത് എക്സ്റ്റേണൽ വർക്ക്. ഒപ്പം തന്നെ ഇതിൽ ഓൾസോ സംതിങ് ഇസ് കോൾഡ് എക്സസ്. എക്സസ് എന്ന് പറഞ്ഞാൽ എന്താ, സർഫസ് ഫോഴ്സ് അലോങ് എക്സ് ഡയറക്ഷൻ ഇൻറ്റു ഡെൽറ്റ യു, അതായത് ഡിസ്പ്ലേസ്മെന്റ് അലോങ് എക്സ് ഡയറക്ഷൻ, സർഫസ് ഫോഴ്സ് അലോങ് വൈ ഡയറക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ് അലോങ് വൈ ഡയറക്ഷൻ. ഡെൽറ്റ വി ആയിട്ട് അവിടെ സെഡ് എസ് ഇൻറ്റു ഡെൽറ്റ ഡബ്ല്യു. ഓക്കെ, സെഡ് ഡയറക്ഷനിലുള്ള ബോഡി സർഫസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അലോങ് എന്താണ് ഡയറക്ഷൻ, സെഡ് ഡയറക്ഷൻ. എന്നിട്ട് അതിന് ഇന്റഗ്രേറ്റിംഗ് ഓവർ ദ എൻറ്റയർ സർഫസ്. ഇറ്റ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇന്റേണൽ വർക്ക് ഡൺ പ്ലസ് എക്സ്റ്റേണൽ വർക്ക് ഡൺ. ഈ എക്സ്റ്റേണൽ വർക്ക് ഡൺ രണ്ടും ആഡ് ചെയ്യാൻ വേണ്ടത് മൈനസ് വരാൻ കാരണം അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും കേട്ടോ. ഇറ്റ് ഇസ് ഈക്വൽ ടു 0 എന്നിട്ട് കൊടുക്കാം. അപ്പോൾ ഈ മൊത്തം ഇക്വേഷനെ എനിക്ക് ഇങ്ങനെ കണ്ടൻസ് ചെയ്ത് എഴുതാം. ഈ ഇക്വേഷൻ തന്നെയാണ് നിങ്ങൾ നേരത്തെ എഴുതിയിരിക്കുന്നത്. നേരത്തെ ഞാൻ ഡിസ്കസ് ചെയ്ത ഇക്വേഷൻ നോക്കിയേ, സ്മോൾ സ്ട്രെയിൻ ഡെൽറ്റ, സ്മോൾ സ്ട്രെയിൻ ട്രാൻസ്പോസ് ഇൻറ്റു സിഗ്മ ഡി വി ഇന്റഗ്രേറ്റിംഗ് ഓവർ ദ എൻറ്റയർ വോളിയം ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ വി ഡെൽറ്റ യു സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് അലോങ് എക്സ് വൈ സെഡ് ഡയറക്ഷൻസ് ഇൻറ്റു ബോഡി ഫോഴ്സ് ഇന്റഗ്രേറ്റിംഗ് ഓവർ ഡി വി എൻറ്റയർ വോളിയം, പിന്നെ ഇന്റഗ്രേറ്റിംഗ് ഓവർ ഏരിയ അല്ലെങ്കിൽ സർഫസ് ഡെൽറ്റ യു വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ്, എസ് എന്ന് പറയുന്നത് സർഫസ് ഫോഴ്സ് ആണ്, സർഫസ് ട്രാക്ഷൻ ഇന്റഗ്രേറ്റിംഗ് ഓവർ ദി ഏരിയ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ വർക്ക്. എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതുന്നത്. അപ്പൊ നമുക്ക് ഈ നേരത്തെ എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. അതായത് നമ്മുടെ ആ ഡെറിവേഷനിൽ യു എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് ഇല്ലേ, അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to n ni ഇൻറ്റു യു ഐ. ഇതിൽ യു ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് നോഡ് എന്നാണ് അർത്ഥം. അതായത് ഫോർ എക്സാമ്പിൾ ith പോയിന്റിന്റെ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ്, നോഡ് നമ്പർ 1 ഡിസ്പ്ലേസ്മെന്റ്, നോഡ് നമ്പർ 2 ഡിസ്പ്ലേസ്മെന്റ്, നോഡ് നമ്പർ 3 ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് ഈ യു ഐ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ni എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഷേപ്പ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, സോ ni, n1, n2, n3 എന്ന് പറയുന്ന രീതിയിൽ ഷേപ്പ് ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു 1 ഡയമെൻഷണൽ ബാർ എലമെന്റ് ആണെങ്കിൽ n1, n2 രണ്ട് ഷേപ്പ് ഫംഗ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ ഒരു ട്രയാങ്കുലർ എലമെന്റ് ആണെങ്കിൽ 3 ഷേപ്പ് ഫംഗ്ഷൻസ് n1, n2, n3 അങ്ങനെ 3 ഷേപ്പ് ഫംഗ്ഷൻസ് ഉണ്ടായിരിക്കും. 1 - x by l എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു പ്രിസ്മാറ്റിക് ബാർ അല്ലെങ്കിൽ ഒരു 1 ഡയമെൻഷണൽ ബാർ എലമെന്റ് ഷേപ്പ് ഫംഗ്ഷൻസ് n1, n2 എന്താണ് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് മെട്രിക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to n ഷേപ്പ് ഫംഗ്ഷൻ ഇൻറ്റു യു ഐ എന്ന് എനിക്ക് എഴുതാം. അപ്പോൾ ഈ യു എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഈ ഒരു വെക്ടറിനെ ഐ ക്യാൻ ഓൾസോ റൈറ്റ് ഇറ്റ് ലൈക്ക് n into u. ഓക്കെ, n വെക്ടർ ഇൻറ്റു യു വെക്ടർ അല്ലെങ്കിൽ n മെട്രിക്സ് ഇൻറ്റു യു മെട്രിക്സ് എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ഇനി അങ്ങനെയാണെങ്കിൽ ഇഫ് യു ഇസ് മേഡ് ആസ് ഡെൽറ്റ യു, ഓക്കെ, സ്മോൾ യു നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഇങ്ങനെ റീപ്ലേസ് ചെയ്യാം, n ഇൻറ്റു ഡെൽറ്റ യു ഐ എന്നുള്ളത് നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് വരുന്ന റീപ്ലേസ്മെന്റ്. അതായത് ഡെൽറ്റ യു എവിടെയൊക്കെ ഉണ്ടോ അതിന് നമ്മൾ n ഇൻറ്റു ഡെൽറ്റ യു ഐ എന്ന് പറഞ്ഞിട്ട് റീപ്ലേസ് ചെയ്യും. നേരത്തെ കാണിച്ചിരിക്കുന്ന ആ പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ വർക്കിന്റെ ഇക്വേഷനിൽ എവിടെയെല്ലാം ഡെൽറ്റ യു ഉണ്ടോ അവിടെയെല്ലാം നമ്മൾ n ഇൻറ്റു ഡെൽറ്റ യു ഐ എന്ന് പറഞ്ഞ് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ വർക്ക് കണ്ട ഇക്വേഷൻ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ നിങ്ങൾ നോക്കിയാൽ കാണാം ഡെൽറ്റ യു ട്രാൻസ്പോസ് ഇവിടെ കണ്ടോ, ഡെൽറ്റ യു ട്രാൻസ്പോസ്. അപ്പോൾ ഈ ഡെൽറ്റ യു എന്ന് പറയുന്നതിന് നമുക്ക് ഇനിയിപ്പോൾ റീപ്ലേസ് ചെയ്യാനായിട്ട് വി ഹാവ് എൻ ഇക്വേഷൻ അല്ലേ. പക്ഷേ ഡെൽറ്റ യു മാത്രം പോരാ, ഡെൽറ്റ യു ട്രാൻസ്പോസ് എന്താണെന്ന് കണ്ടുപിടിക്കാം. ദേ ഡെൽറ്റ യു എന്ന് പറയുന്നത് നമുക്കറിയാം n ഷേപ്പ് ഫംഗ്ഷന്റെ മെട്രിക്സ് ഇൻറ്റു യു ഐ, ഡെൽറ്റ യു ഐ ആയിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം അല്ലേ. അപ്പോൾ ഈ ഡെൽറ്റ യുവിനെ നമുക്ക് ഇങ്ങനെ റീപ്ലേസ് ചെയ്യാമെങ്കിൽ ഡെൽറ്റ യു ട്രാൻസ്പോസ് എന്ന് പറയുന്നുണ്ടായിരിക്കും. നമുക്ക് അതിന് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഉണ്ട്, എ ബി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ട്രാൻസ്പോസ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഡെൽറ്റ യു ഐ ട്രാൻസ്പോസ് എൻ ട്രാൻസ്പോസ് എന്നാണ് നമുക്ക് കിട്ടുക. അതായത് ഡെൽറ്റ യു ട്രാൻസ്പോസിനെ നമുക്ക് ഇറ്റ് ക്യാൻ ബി ഓൾസോ റിട്ടൺ ആസ് ഡെൽറ്റ യു ഐ ട്രാൻസ്പോസ് ഇൻറ്റു എൻ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനെ റീപ്ലേസ് ചെയ്യാം. അതായത് നമ്മുടെ ആ പ്രീവിയസ് ഇക്വേഷനിൽ ഇവിടെ ഡെൽറ്റ യു ട്രാൻസ്പോസ് ഉണ്ടെങ്കിൽ അവിടെ ഡെൽറ്റ യു ഐ ട്രാൻസ്പോസ് ഇൻറ്റു എൻ ട്രാൻസ്പോസ്, ഇവിടെയും ഡെൽറ്റ യു ഐ ട്രാൻസ്പോസ് ഇൻറ്റു എൻ ട്രാൻസ്പോസ് എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ഈ ഒരു ഭാഗത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് അതായിരിക്കും. ഇവിടെ ഡെൽറ്റ യു ഐ ട്രാൻസ്പോസ് എൻ ട്രാൻസ്പോസ് വരും, ഇവിടെയും ഡെൽറ്റ യു ഐ ട്രാൻസ്പോസ് എൻ ട്രാൻസ്പോസ് വരും. നമുക്ക് നോക്കാം, നിങ്ങൾ നോക്കി നേരത്തെ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ ഞാൻ എക്സ്പാൻഡ് ചെയ്ത് എഴുതിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ നോക്കി ഡെൽറ്റ യു ഐ ട്രാൻസ്പോസ് എൻ ട്രാൻസ്പോസ് പിന്നെ വരുന്നത് ബി ഡി വി ഇ. ഓക്കെ, അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എനിവേ ഇത് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി ചെയ്യുന്നു. ഡെൽറ്റ യുവിനെ നമുക്ക് ഇങ്ങനെ റീപ്ലേസ് ചെയ്യാം. ഇനി സ്ട്രെയിൻ വെക്ടറിനെ നമുക്ക് ഇങ്ങനെ റീപ്ലേസ് ചെയ്യാം. സ്ട്രെയിൻ വെക്ടർ എപ്സിലോൺ ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു യു ഐ. എന്താ ഈ ബി ഇൻറ്റു യു ഐ എന്ന് നോക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് സ്ട്രെയിൻ വെക്ടർ അതിനെ എങ്ങനെ റീപ്ലേസ് ചെയ്യാം. അതായത് എപ്സിലോൺ എന്ന് പറയുന്ന ഈ വെക്ടറിനെ എങ്ങനെ നമുക്ക് ഇക്വേഷനിൽ റീപ്ലേസ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഈക്വൽ ടു ബി ഇൻറ്റു യു ഐ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതിന്റെ ഇക്വേഷൻ ഇങ്ങനെ വന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. എന്താണ് ഇപ്പോൾ 2D പ്രോബ്ലം ആണെങ്കിൽ 3D പ്രോബ്ലം ആണെങ്കിൽ നിങ്ങൾ ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. എപ്സിലോൺ എക്സ് ഇസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ എക്സ് ആണ്. എപ്സിലോൺ വൈ പറഞ്ഞത് ഡോ വി ബൈ ഡോ വൈ ആണ്. ഗാമ എക്സ് വൈ പറഞ്ഞത് ഡോ യു ബൈ ഡോ വൈ ബൈ ഡോ വി ബൈ ഡോ എക്സ് ആണ്. ഇല്ലേ, ഇതിനെ നിങ്ങൾ ഒരു മെട്രിക്സ് രൂപത്തിൽ എഴുതിയിട്ടുണ്ടോ. എപ്സിലോൺ മെട്രിക്സ് is equal to dou by dou x 0 0 0 dou by dou y 0 dou by dou y dou by dou x 0 എന്നിട്ട് u v എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഇത് സ്ട്രെയിൻ വെക്ടർ അല്ലെങ്കിൽ സ്ട്രെയിൻ മെട്രിക്സ് is equal to സം മെട്രിക്സ് ഇൻറ്റു യു മെട്രിക്സ് അല്ലെ. ഈ മെട്രിക്സിനെയാണ് നമ്മൾ ബി മെട്രിക്സ് എന്ന് പറയാം.
ഓക്കെ, ദിസ് ഇസ് കോൾഡ് ബി മെട്രിക്സ്. ഈ പാർഷ്യൽ ഡെറിവേറ്റീവ് വരുന്ന ഈ ഒരു മെട്രിക്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് ബി മെട്രിക്സ്. ഇതിപ്പോൾ വെറും യും ബിയും ആണെങ്കിൽ, ഇനിയിപ്പോൾ ഷേപ്പ് ഫംഗ്ഷൻ കൂടി ഉണ്ടെങ്കിൽ ഇക്വേഷൻ വിൽ ബി ലൈക്ക് ദിസ്. കണ്ടോ, എപ്സിലോൺ എക്സ് എപ്സിലോൺ വൈ ഗാമ എക്സ് വൈ ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് 0 0 0 ഡോ ബൈ ഡോ വൈ 0 ഡോ ബൈ ഡോ വൈ ഡോ എക്സ് 0. ഈ എന്താണ് ഷേപ്പ് ഫംഗ്ഷൻ കൂടെ വരികയാണെങ്കിൽ, അതായത് യുവിനെ എനിക്ക് ഷേപ്പ് ഫംഗ്ഷൻ വെച്ച് റീപ്ലേസ് ചെയ്യാം n1 u1 plus n2 u2 plus n3 u3. ഓക്കെ, ഇതൊരു ഫോർ എക്സാമ്പിൾ ഒരു എന്താണ് ഒരു 3 നോഡഡ് ആയിട്ടുള്ള ട്രയാങ്കുലർ എലമെന്റ് ആണെങ്കിൽ എനിക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ അതൊരു ഒരു ബാർ ആണ്, 2 നോഡഡ് ആയിട്ടുള്ള ഒരു 1 ഡയമെൻഷണൽ ബാർ ആണെങ്കിൽ ഈ n3 u3 വരില്ല, n1 u1 plus n2 u2 മാത്രമേ വരും. ഓക്കെ, അതുപോലെ n1 v1 plus n2 v2 മാത്രമേ വരും. ഷേപ്പ് ഫംഗ്ഷൻ കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതായിരിക്കും നിങ്ങളുടെ ഇക്വേഷൻ പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ സ്ട്രെയിൻ വെക്ടർ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഈക്വൽ ടു ഈ മെട്രിക്സ്, ഇതിനെയാണ് ബി മെട്രിക്സ് എന്ന് പറയുക, ഇൻറ്റു എൻ മെട്രിക്സ് ഇൻറ്റു യു മെട്രിക്സ്. ഓക്കെ, സോ ബി മെട്രിക്സ് ഇൻറ്റു എൻ മെട്രിക്സ് ഇൻറ്റു യു മെട്രിക്സ് ആണെന്ന് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെ എഴുതാം, സ്ട്രെയിൻ മെട്രിക്സ് ഇസ് ഈക്വൽ ടു ബി മെട്രിക്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് മെട്രിക്സ്, അല്ലെങ്കിൽ ബി മെട്രിക്സ് ഇൻറ്റു യു മെട്രിക്സ് എന്നാണെങ്കിൽ എനിക്ക് എഴുതാം. ഫൈൻ. സോ അതാണ് നെക്സ്റ്റ് അവർ റീപ്ലേസ് ചെയ്യുന്നത്. നമുക്കിവിടെ നോക്കാം. ഇതാ ഇവിടെ സ്ട്രെയിൻ മെട്രിക്സ് ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു യു ഐ എന്ന് പറഞ്ഞിട്ട് അവർ എഴുതാണ്. അതിൽ ഈ സ്ട്രെയിനെ ഒരു സ്മോൾ സ്ട്രെയിൻ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, വളരെ സ്മോൾ സ്ട്രെയിൻ എടുക്കുകയാണെങ്കിൽ ഡെൽറ്റ എപ്സൈലോൺ ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു ഡെൽറ്റ യു ഐ എന്ന് കിട്ടും. സോ അപ്പോൾ നമുക്ക് ഡെൽറ്റ എപ്സൈലോൺ ഇസ് ഈക്വൽ ടു ബി മാട്രിക്സ് ഇൻറ്റു ഡെൽറ്റ യു ഐ എന്ന് പറയുന്ന രീതിയിൽ കിട്ടി. ഇനി നമുക്ക് ആ ഇക്വേഷനിൽ വേണ്ടത് ഈ സ്ട്രെയിൻ വെക്ടർ, ഈ സ്ട്രെയിൻ വെക്ടറിന്റെ ട്രാൻസ്പോസ് ആണ് വേണ്ടത്. നിങ്ങൾ നോക്കിയാൽ കാണാം, ആ ഡെറിവേഷനിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ, ഡെറിവേഷനിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെയിൻ വെക്ടറിന്റെ അല്ലെങ്കിൽ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ് വേണ്ടത്. സോ ആ സ്ട്രെയിൻ വെക്ടറിന്റെ ട്രാൻസ്പോസ് നമ്മൾ എടുത്ത് കഴിയും. സ്ട്രെയിൻ വെക്ടർ ഇസ് ഈക്വൽ ടു ബി വെക്ടർ ഇൻറ്റു യു ഐ ഡെൽറ്റ യു ഐ എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എന്താണ് ഇതേ ഇക്വേഷൻ, എ ബി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ്, വിച്ച് മീൻസ് ഇറ്റ് ഇസ് ഈക്വൽ ടു യു ഐ വെക്ടർ ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ് എന്ന് നമുക്ക് പറഞ്ഞു കിട്ടും. ഓക്കെ, യു ഐ ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ ഇതായിരിക്കും നമ്മൾ ഡെൽറ്റ എപ്സൈലോൺ ട്രാൻസ്പോസിന്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്, ഡെൽറ്റ യു ഐ ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ്. പിന്നെ നമുക്കറിയാവുന്ന ഇക്വേഷൻ ആണ് ഈ സിഗ്മ. സിഗ്മ എന്ന് പറയുന്നത് നമുക്ക് റീപ്ലേസ് ചെയ്യാം ഇൻ ടേംസ് ഓഫ് സ്ട്രെയിൻ. സിഗ്മ ഇസ് ഈക്വൽ ടു ഡി മെട്രിക്സ് ഇൻറ്റു ഇ മെട്രിക്സ് എന്ന് പറയുന്നത് നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഈ ഡി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂട്ടീവ് മെട്രിക്സ് ആണ്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ FEM ഫസ്റ്റ് മോഡ്യൂളിൽ തന്നെ നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നതാണ് ഈ കോൺസ്റ്റിറ്റ്യൂട്ടീവ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇതാണ് കേട്ടോ. അതായത് സിഗ്മ എക്സ് സിഗ്മ വൈ ടോ എക്സ് വൈ ഇസ് ഈക്വൽ ടു ഇ ബൈ 1 മൈനസ് മ്യൂ സ്ക്വയർ 1 മ്യൂ 0 മ്യൂ 1 0 0 0 1 മൈനസ് മ്യൂ ബൈ 2 ഇൻറ്റു സ്ട്രെയിൻ. അപ്പോൾ ഈ ഒരു മെട്രിക്സിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ടീവ് മെട്രിക്സ്, ഈ മെട്രിക്സ് അല്ലെങ്കിൽ ഡി മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഈ ഡെറിവേഷനിൽ നമ്മൾ ഡി മെട്രിക്സ് എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തേ ഉള്ളൂ. സോ സിഗ്മ മെട്രിക്സ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റിറ്റ്യൂട്ടീവ് മെട്രിക്സ്, സി മെട്രിക്സ് എന്ന് വേണമെങ്കിൽ കൊടുത്തോ, അല്ലെങ്കിൽ ഡി മെട്രിക്സ് കൊടുത്തോ, ഡി മെട്രിക്സ് ഇൻറ്റു ഇ മെട്രിക്സ്. അപ്പോൾ എനിക്ക് ഈ ഡി മെട്രിക്സ് ഇൻറ്റു ഇ മെട്രിക്സ് എന്ന് എഴുതിയത് ഈ ഇ എന്ന് പറയുന്നതിനെ ഐ ക്യാൻ ഓൾസോ റീപ്ലേസ് ബൈ ദിസ് ഇക്വേഷൻ, അല്ലെ, ബി മെട്രിക്സ് ഇൻറ്റു യു ഐ എന്ന് പറഞ്ഞ് എനിക്ക് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ എന്റെ സിഗ്മ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു ഡി ഇൻറ്റു ബി ഇൻറ്റു യു ഐ എന്ന് പറഞ്ഞിട്ട് എനിക്ക് റീപ്ലേസ് ചെയ്യാം. ഇനി ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ 3 ടേംസും നമ്മൾ നേരത്തെ ചെയ്തതായിട്ട് റീപ്ലേസ് ചെയ്യാം. നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷനിൽ മറ്റേ പ്രിൻസിപ്പൽ ഓഫ് വെർച്വൽ വർക്കിംഗ് ഇക്വേഷൻ, ആ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഒന്ന് ഇത് ഈ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു യു ഐ ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ് എന്ന് പറയുന്ന ഈ ഇക്വേഷൻ. കാരണം നമ്മുടെ ആ ഇക്വേഷനിൽ ഡെൽറ്റ എപ്സൈലോൺ ട്രാൻസ്പോസ് ഉണ്ട്. സോ ആ ഡെൽറ്റ എപ്സൈലോൺ ട്രാൻസ്പോസ് ഉള്ളിടത്തൊക്കെ നമുക്ക് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരാം. പിന്നെ സിഗ്മ ഉള്ളിടത്തൊക്കെ യു നീഡ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ബൈ ദിസ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ വെച്ചാണ് നമ്മൾ സിഗ്മ ഉള്ളിടത്തൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് ഈ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഡെൽറ്റ യു അല്ല ഉള്ളത്, ഡെൽറ്റ യു ട്രാൻസ്പോസ് ആണുള്ളത്. സോ ഡെൽറ്റ യു ട്രാൻസ്പോസ് ഉള്ളത് നമ്മൾ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യണം. അതായത് എന്താണ് യു ഐ ട്രാൻസ്പോസ് ഇൻറ്റു എൻ ട്രാൻസ്പോസ്. ഈ 3 സബ്സ്റ്റിറ്റ്യൂഷൻസും നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. കണ്ട, അപ്ലൈയിങ് ദ എബവ് റിസൾട്ട്സ് ഇൻ ഇക്വേഷൻ നമുക്ക് ഇതിനെ ഇങ്ങനെ ട്രാൻസ്പോസ് ആക്കി മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, ദിസ് വേ വി ക്യാൻ ട്രാൻസ്ഫോം. ഇങ്ങനെ നമുക്ക് കിട്ടും. നിങ്ങളുടെ പ്രീവിയസ് ഇക്വേഷൻ നോക്കിക്കേ. ആ പ്രീവിയസ് ഇക്വേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ പ്രീവിയസ് ഇക്വേഷൻ. ഇതിൽ ഡെൽറ്റ എപ്സൈലോൺ ട്രാൻസ്പോസിന്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിഗ്മയുടെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡെൽറ്റ യു ട്രാൻസ്പോസിന്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡെൽറ്റ യു ട്രാൻസ്പോസിന്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത്ര സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഇക്വേഷൻ ലൈക്ക് ദിസ്. ഇങ്ങനെ ഇക്വേഷൻ ട്രാൻസ്ഫോം ആയിട്ട് നമുക്ക് കിട്ടും. സോ ഇക്വേഷൻ ഇങ്ങനെ സിംപ്ലിഫൈഡ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൽ ചില കാര്യങ്ങളെ കോമൺ ആയിട്ട് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാം. അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ ഡെൽറ്റ യു ഐ ഈ ട്രാൻസ്പോസ് ഉണ്ട്, അത് ഇവിടെ ഉണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിലും ഡെൽറ്റ യു ഐ ട്രാൻസ്പോസ് ഉണ്ട്. ഇവിടെ ഡെൽറ്റ യു ഐ ട്രാൻസ്പോസ് ഇവിടെ ഉണ്ട്, അത് രണ്ട് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ പെൻഡിംഗ് ആയിട്ട് ബാക്കി വരുന്നത് ഇത്ര മാത്രമാണ്. അതായത് സിഗ്മ ഈസ് ഈക്വൽ ടു 1 to n ഇന്റഗ്രൽ ഓവർ വോളിയം ബി ട്രാൻസ്പോസ് ഡി ബി, പിന്നെ ഡി വി സ്മോൾ ഡി വി. ഓക്കെ, ഈ വി എന്ന് ഉദ്ദേശിക്കേണ്ട, ഡി വി എന്ന് എഴുതിയാൽ മതി. ഇൻറ്റു യു ഐ it is equal to sigma is equal to 1 to n. ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ ആണ്. ഇത് മൊത്തം ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഫോഴ്സ് ആണ്. ഓക്കെ, ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഫോഴ്സ്. കാരണം നിങ്ങൾ ഡെൽറ്റ യു ഐ ട്രാൻസ്പോസ് എല്ലാ സൈഡിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഈ ബാക്കി നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഫോഴ്സ് ആണ്. കാരണം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് വർക്ക്. റൈറ്റ് സൈഡിൽ നിങ്ങൾ ഡിസ്പ്ലേസ്മെന്റ് കട്ട് ചെയ്ത് കളഞ്ഞു, അല്ലെ, ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഡിസ്പ്ലേസ്മെന്റ് നിങ്ങൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? നിങ്ങളുടെ ഈ ഇക്വേഷൻ പറയുന്നത് ഫോഴ്സ് ഇക്വേഷൻ ആയി മാറി. സോ ദിസ് ഇസ് നത്തിങ് ബട്ട് ടോട്ടൽ ബോഡി ഫോഴ്സ് ആണ്. ടോട്ടൽ ഫോഴ്സ് ആണ്, ബോഡി ഫോഴ്സും സർഫസ് ഫോഴ്സും കൂടിയിട്ടുള്ളതാണ് ഈ റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പറയുന്നത് ഇന്റേണൽ ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ ഇന്റേണൽ റിയാക്ഷൻ ആണ്. സോ അതാണ് അവർ ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. യു കൻ സീ ഹിയർ ഈ now this equation എന്ന് പറയുന്നത് ഈ മൊത്തം ഇക്വേഷൻ എനിക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ഇറ്റ് ഇസ് ഈക്വൽ ടു ദിസ് ഇസ് k into u. ഇത് u ആണ് ഉറപ്പാണ്. സോ u into something that should be k. It is equal to force അല്ലെങ്കിൽ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ r എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓൾസോ ഈക്വൽ ടു ഫോഴ്സ്. അതിനർത്ഥം ദിസ് u ഒഴികെയുള്ള ബാക്കി ഭാഗം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് k, അതായത് സ്റ്റിഫ്നെസ് മെട്രിക്സ് ആണ് അർത്ഥം. k അല്ലെങ്കിൽ ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സ്.
ഓക്കെ. ഇനി യു എന്ന് പറയുന്നത് ഗ്ലോബൽ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ്, ആൻഡ് ആർ എന്ന് പറയുന്നത് ഗ്ലോബൽ ലോഡ് വെക്ടർ, എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന ഫോഴ്സ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, അതായത് ഈ ഒരു ടേം മൊത്തം എന്ന് പറയുന്നത് ഒരു സാധ്യത ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് ആണ്. ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് ഇക്വേഷൻ ആയി കെ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ ബി ട്രാൻസ്പോസ് ഇൻറ്റു ഡി ഇൻറ്റു ബി ഇൻറ്റു ഡി. ഓക്കെ. ഇതാണ് നിങ്ങളുടെ സ്റ്റിഫ്നെസ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി ദിസ് ഇസ് എലമെന്റ് ലോഡ് വെക്ടർ, റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത് എലമെന്റ് ലോഡ് വെക്ടർ ആണ് പറഞ്ഞെടുത്തത്. സോ ഇത്രയാണ് ഡെറിവേഷൻ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ വർക്ക്.